ഹലോ അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ബീഫും ചീസും ഒക്കെ ഫില്ലിങ്ങായി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബന്നിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ബന്നിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. 1 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് തന്നെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് ചപ്പാത്തിയേക്കാൾ ഒരല്പം കൂടി ലൂസായിട്ടുള്ള ഒരു മാവ് കുഴച്ചെടുക്കാം. മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാവിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ സമയം ഈ മാവൊന്ന് പൊങ്ങാനായി മാറ്റി വയ്ക്കാം. ഇനി ബന്നിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. നേരത്തെ തന്നെ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചിട്ടുള്ള ബീഫ് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ 1 സവാള ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. സവാളയൊക്കെ ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതും മല്ലിയില കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബീഫും കൂടി ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എരിവിന് ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നേരത്തെ ബീഫ് വേവിച്ച സമയത്ത് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ചെറുതായി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരേ വലിപ്പത്തിലുള്ള 5 ബന്ന് തയ്യാറാക്കാൻ പോവുകയാണ്. ഓരോ മാവും കയ്യിൽ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. മാവ് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ നടുവിലായി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് കുറച്ച് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കായി കുറച്ച് മോzzarella ചീസ് കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇതുപോലെ മാവൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളവയും ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ബന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ എണ്ണ മുകളിലേക്ക് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബന്ന് നല്ലതുപോലെ പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു കളർ ആവുന്നത് വരെയും തിരിച്ചും മറിച്ചുമിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ബന്നും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
കണ്ടോ, നല്ല സോഫ്റ്റ് ബണ്ണാണ്. അതുപോലെ ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. അകത്തുള്ള ആ ഫില്ലിങ്ങും ഒക്കെ ആകുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ്. വൈകുന്നേരങ്ങളിൽ ഒരു ഗ്ലാസ് കട്ടനോടൊപ്പം ചൂടോടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു ബണ്ണാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.